മൈത്രേയ ഉവാച ധ്രുവം നിവൃത്തം പ്രതിബുദ്ധ്യവൈശസാദഭേദമന്യം ഭഗവാൻ ധനേശ്വര തത്രാഗതശ്ചാരണയക്ഷകിന്നരൈः സംസ്തൂയമാനോഭ്യവദൽ കൃതാഞ്ജലിം ധനത ഉവാച ഭോ ഭോ ക്ഷത്രിയദായാദപരിതുഷ്ടോസ്മി തേനഘ യസ്ത്വം പിതാമഹാദേശദ്വൈരം ദുസ്ത്യജമത്യജ ന ഭവാനവധീദ്യക്ഷാന്നേക്ഷഭ്രാതരം തവ കാല ഏവ ഹി ഭൂതാനാം പ്രഭൂരപ്യയഭാവയോः അഹം ത്വമിത്യപാർത്ഥാധീരജ്ഞാനാൽ പുരുഷസ്സി സ്വാപ്നീവാഭാത്യതധ്യാനാദ്യയാ ബന്ധവിപര്യയൗ തൽഗച്ഛ ധ്രുവഭദ്രം തേ ഭഗവന്തമഥോക്ഷജം സർവഭൂതാത്മഭാവേന സർവഭൂതാത്മവിഗ്രഹം ഭജസ്വ ഭജനീയാഘ്രിമഭവായ ഭവച്ഛിതം യുക്തം വിരഹിതം ശക്തിയാ ഗുണമയ്യ ആത്മമായ വൃണീഹി കാമം നൃപയൻ മനോഗതമത്തസ്ത്വമൗത്താനപദേ വിശങ്കിത വരം വരാരിഹോംബുജനാഭപാദയോരനന്തരം ത്വമയമംഗ ശുശ്രുമ മൈത്രേയ ഉവാച സരാജരാജേന വരായ ചോദിതോ ധ്രുവോ മഹാഭാഗവതോ മഹാമതി ഹരൗ സവവ്രേ സലിതാം സ്മൃതിം യയാതരത്യയത്നേന ദുരത്യയം തമ തസ്യ പ്രീതേന മനസാ താം ദത്വൈടവിടസ്തതാ പശ്യതോ അന്തർദധേ സോഭി സ്വപുരം പ്രത്യപദ്യത അഥായജതേജ്ഞേശം ക്രതുഭിർഭൂരിദക്ഷിണൈഃ ദ്രവ്യക്രിയാദേവതാനം കർമ്മ കർമ്മഫലപ്രദം സർവാത്മന്യച്യുതേ സർവേ തീവ്രൗഘാം ഭക്തിമുദ്വഹൻ ദദരിശാത്മനി ഭൂതേഷു തമേവാവസ്ഥിതം വിഭും തമേവം ശീലസമ്പന്നം ബ്രഹ്മണ്യം ദീനവത്സലം ഗോപതാരം ധർമ്മസേതുനമേനിരെ പിതരം പ്രജാഃ ഷട്ത്രിംശദ്വരിഷസാഹസ്രം ശശാസക്ഷിതിമണ്ഡലം ഭോഗൈഃ പുണ്യക്ഷയം കുർവൻ അഭോഗൈരശുഭക്ഷയം ഏവം ബഹുസവങ്കാല മഹാത്മാ വിജലേന്ദ്രിയ ത്രിവർഗൂപൈകം നീത്വാ പുത്രായ ആദാ നൃപാസനം മന്യമാന ഇതം വിശ്വമായ രചിതമാത്മനി അവിദ്യാരചിത സ്വപ്ന ഗന്ധർവ നഗരോപമം ആത്മസ്ത്രയപത്യ സുഹൃദോബലമൃദ്ധകോശമന്തഃപുരം പരിവിഹാരഭുവശരമ്യാ ഭൂമണ്ഡലം ജലധിമേഖലമാകലയ്യ കാലോപസൃഷ്ടമിതി സപ്രയയൗ വിശാലാം തസ്യാം വിശുദ്ധകരണശിവാർവിഗാഹ്യ ബദ്ധ്വാസനം ജീതമരുന്മനസാഹൃദാക്ഷഃ സ്ഥൂലേ ദധാര ഭഗവൽ പ്രതിരൂപേതൽ ധ്യായം സ്തദവ്യവഹിതോ വ്യസൃജൽ സമാധൗ ഭക്തിം ഹരൗ ഭഗവതി പ്രവഹന്നജസ്രമാനന്ദ ബാഷ്പകലയാ മുഹുരദ്യമാന വിക്ലിദ്യമാന ഹൃദയപുളകാചിതാംഗോ നാൽമാനമസ്മരദസാവിധി മുക്തലിംഗ സദദരിശ വിമാനാഗ്രിയം നഭസോവതരധ്രുവ വിഭ്രാജയദ്ദിശദിശോരാഗാപതിമിവോദിതം തത്രാനുദേവപ്രവരൗ ചതുർഭുജൗ ശ്യാമൗ കിശോരാവരുണാംബുജേക്ഷണൗ സ്ഥിതാവഷ്ടഭ്യഗതാം സുവാസസൗ കിരീടഹാരാംഗദചാരുകുണ്ടലൗ വിജ്ഞായതാ ഉത്തമഗായകിങ്കരാവാഭ്യുത്ഥിതസാധ്വസ വിസ്മൃതക്രമ നനാമനാമാനി ഗൃണൻ മധുദ്വിഷഃ പാരിഷിൽ പ്രധാനാവിധി സംഹതാഞ്ജലി തം കൃഷ്ണപാദാഭിനിവിഷ്ടചേതസംബദ്ധാഞ്ജലിം പ്രശ്രയനമ്രഗന്ധരം സുനന്ദനന്ദാവുപസൃത്യ സസ്മിതം പ്രത്യൂജതു പുഷ്കരനാഭസമ്മതൗ സുനന്ദനന്ദാവൂജതു ഭോ ഭോ രാജൻ സുഭദ്രം ദേവാജം നോ വഹിത ശൃണു യ പഞ്ചവരിഷസ്തപസാ ഭവാൻ ദേവമതീതൃപൽ തസ്യാഖില ജഗദ്ധാതുരാവം ദേവസ്യ ശാർങ്കിണ പാരിഷദാവിഹ സംപ്രാപ്തൗ നേതും ത്വാം ഭഗവൽപദം സുദുർജയം വിഷ്ണുപദം ജിതം ത്വയായിൽ സൂരയോ പ്രാപ്യ വിചക്ഷതേപരം ആദിഷ്ഠതചന്ദ്രദിവാകരാദയോ ഗ്രഹർക്ഷതാരാ പര്യന്തി ദക്ഷിണം അനാസ്ഥിതം തേ പിതൃഭിരന്യരപ്യംഗകരിഹിജിൽ ആദിഷ്ഠജഗതാമന്യം തദ്വിഷ്ണോ പരമം പദം ആദിഷ്ഠജഗതാമന്യം തദ്വിഷ്ണോ പരമം പദം ഏതൽ വിമാനപ്രവരം ഉത്തമ ശ്ലോകമൗലിന ഉപസ്ഥാപിതമായുഷ്മനധിരോഢും ത്വമരിഹസി മൈത്രേയ ഉവാച നിശമ്യ വൈകുണ്ഠനിയോജ്യമുഖയോർമധുച്യുതമാജമുരുക്രമപ്രിയ കൃതാഭിഷേകൃത നിത്യമംഗളോ മുനീൻ പ്രണമ്യാശിഷമഭ്യവാദയൽ പരീത്യാഭ്യർച്ച്യധിഷ്ണ്യാഗ്നിം പാർഷദാവഭിവന്ദ്യജ യേഷതധിഷ്ഠാതും ബിഭ്രദ്രൂപം ഹിരൺമയം തദോത്താനപദപുത്രോ ദദിശാന്തകമാഗതം മൃത്യോർമൂർധനിപദം തത്വാരിരോഹ അത്ഭുതം ഗൃഹം തദാ ദുന്ദുഭയോ നേതു മൃദംഗമണവാദയ ഗന്ധർവമുഖ്യാ പ്രജഗുപ്പേതു കുസുമവൃഷ്ടയ സജസ്വർലോകമാരോക്ഷ്യ സുനീതിം ജനനീം ധ്രുവ അന്വസ്മരതകം ഹിത്വദീനാം യാസ്യ ത്രിവിഷ്ടഭം ഇതി വ്യവസിതം തസ്യ വ്യവസായ സുരോത്തമൗ ദരിശയാമാസ ദുർദേവീം പുരോയാനേന ഗച്ഛതീം തത്ര തത്ര പ്രശംസദ്ഭിപധി വൈമാനികൈഃ സുരൈഃ അവഗീര്യമാണോ ദദിശേ കുസുമൈഃ ക്രമശോ ഗൃഹാൻ ത്രിലോകീം ദേവയാനേന സോദിവ്രജമുനീനപി പരസ്താദ്യ ധ്രുവഗതി വിഷ്ണോ പദമഥാഭ്യഗാൽ. ശുരിജൈവ ശപാകേജ പണ്ഡിത സമദർശനഹാന്ന് ഗീതയിൽ കൃഷ്ണഭഗവാൻ. അറിവുള്ളവൻ നായയിലും നായാടിയിലും പൂച്ചയിലും ആഹാരയിലും പശുവിലും എല്ലാത്തിലും ആ ഭഗവാനെ ദർശിക്കുന്നു, ഭഗവാനെ തിരിച്ചറിയുന്നു.
ആ ഭാവന വന്ന ആർക്കും വിരോധം ഉണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല. ഇങ്ങനെ ദക്ഷൻ്റെ ഉള്ളിലുള്ള ഭഗവാനെ മനസ്സിലാക്കി ആ ഭഗവാനെ നമസ്കരിച്ച മഹാദേവൻ ദക്ഷനെ അവഹേളിക്കുകയോ നിന്ദിക്കുകയോ മോശമാക്കി പെരുമാറുകയോ ചെയ്യുമോ? ഇത് മനസ്സിലാക്കാനുള്ള വിവേകമോ അറിവോ ഇല്ലാത്തവനായിപ്പോയി ദക്ഷൻ, അഥവാ സോക്കോൾഡ് ദക്ഷന്മാർ, ദക്ഷൻ്റെ ആൾക്കാർ. ദക്ഷൻ്റെ ആൾക്കാർ എന്നുണ്ട്. ഇതാണ് സംഗതി. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഇനി ദേവിയുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് ഭഗവാൻ കണ്ണും പൂട്ടി മിണ്ടാണ്ടിരുന്നു. നോക്കൂ, ഭഗവാൻ പോണ്ടാന്ന് തടഞ്ഞില്ല. എന്താ? ഭഗവാൻ അറിയാം, ദേവിയെ തടഞ്ഞാലും ശരി തടഞ്ഞില്ലെങ്കിലും ശരി ദേവിയുടെ പ്രാരബ്ധം കഴിഞ്ഞ് മരിക്കേണ്ട സമയമായിരുന്നു. അവിടെയും ഭഗവാന്റെ കൃപ നോക്കൂ, കാരുണ്യം നോക്കൂ. മഹാദേവൻ വിചാരിക്കുക, ദേവി പോയാൽ അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ നിന്ദിക്കണത് അവഹേളിക്കണം കണ്ട് മനസ്സ് നൊന്ത് മരിക്കും. അല്ല, ഞാൻ പോണ്ടാന്ന് പറഞ്ഞാലോ ഇവിടെ വച്ച് എന്നെ വെറുക്കും അല്ലേ? അച്ഛൻ്റെ അവിടെ പോകാൻ സമ്മതിക്കാൻ അച്ഛനമ്മയും കാണാൻ വിടാഞ്ഞ ആ ഭർത്താവിനെ മനസ്സുകൊണ്ട് വെറുത്ത് ദക്ഷനെയും കുടുംബത്തെയും ബന്ധുക്കളെയും ഓർത്തോർത്തോർത്തോർത്ത് മരിക്കും. രണ്ടാളെയും മരിക്കേണ്ട സമയത്ത് മരിക്കും. പക്ഷേ പിന്നെ എന്താ, ഭഗവാന് പോണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് മരിക്കുകയല്ലേ നല്ലത് ഭർത്താവിൻ്റെ അടുത്ത്? അല്ലല്ല. ഈ മരിക്കണ സമയത്ത് നാം നിരന്തരമായി എന്തിനെ സ്മരിച്ച് എന്ത് സംസ്കാരത്തോടുകൂടി എന്ത് ഓർമ്മയോടുകൂടി മരിക്കുമോ ആ മരണസമയത്തെ പ്രബലമായ ചിന്തയ്ക്കനുസരിച്ചിട്ടാണ് നമുക്ക് അടുത്ത ജന്മം അത്രേ. അപ്പോൾ പോയാൽ എന്താ ഉണ്ടാവുക? ദക്ഷൻ ഇത്രയും കാലം ഭഗവാനെ സേവിച്ചിട്ടും ഭഗവാന്റെ മഹിമ അറിഞ്ഞവളായിട്ടും ഭഗവാനെ വെറുത്തുകൊണ്ട് ഭഗവാനെ നിന്ദിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ബന്ധുക്കളെ കാണാൻ വിടാണ്ടിരുന്ന നിഷ്ഠൻ നീചെന്നൊക്കെയല്ലേ മനസ്സിൽ തോന്നുന്ന ഭർത്താവിനെക്കുറിച്ച്. അങ്ങനെ മഹാദേവൻ്റെ അടുത്ത്, ഈശ്വരൻ്റെ തൊട്ടടുത്തിരുന്നിട്ട്, ഫിസിക്കലി ഭഗവാനോട് അടുത്തിരുന്നിട്ട് മനസ്സുകൊണ്ട് ഭഗവാനെന്നകന്ന് ആ ബന്ധുക്കളോട് അടുത്ത് അവരെ ഓർമ്മിച്ചുകൊണ്ട് മരിക്കും അല്ലേ? ഇവിടെ വെച്ച് മരിച്ചാൽ പോണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെ മരിച്ചാൽ എന്താ കുഴപ്പം? ദേവി ഇനിയും അവിടെ പോയി പറക്കേണ്ടി വരും. എന്നാൽ പോയാൽ ശരീരം കൊണ്ട് ഭഗവാൻ അകന്നു പോയാലും അവിടെ ചെല്ലുമ്പോൾ ഭഗവൻ നിന്ദ കണ്ട് സഹിക്കവയ്യാതെ ദക്ഷൻ്റെ മകളായതിൽ പരിതപിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞത് കൂട്ടാക്കാതെ ആ പുറപ്പെട്ട് തെറ്റായി എന്നുള്ള കുറ്റബോധത്തോടെ പശ്ചാത്താപ വിവശിയായി ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആ ദൃഢമായി ധ്യാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് ദേവി ശരീരം ഉപേക്ഷിക്കുക. അങ്ങനെ എന്താ ഗുണം? അന്തേ യാ മതി സാ ഗതിർഭവേതെന്നാണ്. അന്ത്യകാലത്തെ സ്മരണയ്ക്കനുസരിച്ച് ഗതിയുണ്ടാവും അത്രേ. ഇവിടെ യം ഭാവം സ്മരൻ നിത്യം ത്യജതി അന്തേ കളേവരം തം ഏവ കൗന്ദേയ സദാ തത് ഭാവഭാവിത എന്ന് കൃഷ്ണ ഭഗവാൻ പറയും ഗീതയിൽ 8ാം അധ്യായത്തിൽ. ഒരാൾ നിരന്തരം എന്തിനേ മനസ്സിലിങ്ങനെ കൊണ്ടു നടന്ന് ഭാവന ചെയ്ത് ചിന്തിച്ച് ഉറപ്പിച്ചുവോ അങ്ങനെ ദൃഢമായിട്ടുള്ള ആ സംസ്കാരത്തിനനുസരിച്ചിട്ടുള്ള ചിന്തയാണ് മരണസമയത്തുണ്ടാവുക. അതിനനുസരിച്ചായിരിക്കും അയാളുടെ ഇനിയത്തെ ഗതി. അപ്പോൾ ദേവിയുടെ ഉള്ളിൽ ആ മരണസമയത്ത് തീവ്രമായ ഭാവം ശിവനെക്കുറിച്ചുണ്ടാവണം. എന്നാലോ ഭഗവതി വീണ്ടും ഭഗവാന്റെ പാദത്തിലെത്തും അല്ലേ? മരിച്ച രണ്ടാമത് ജനിച്ചാൽ അത് ഭഗവാന്റെ കൃപയല്ലയോ, ഭഗവാന്റെ കാരുണ്യമല്ലയോ? തന്നെ ആശ്രയിച്ച ഭക്തനെ ഒരിക്കലും കീഴ്പോട്ട് പോയി അധപ്പതിക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല എന്ന്. നമ്മുടെ വാസനയുടെ ശക്തി കൊണ്ട്, നമ്മുടെ അറ്റാച്ച്മെൻറ്റ് കൊണ്ട്, നമ്മുടെ ആ പോരായ്മ കൊണ്ട്, ദൗർബല്യം കൊണ്ട് ഒരു പക്ഷേ നമ്മൾ മഹാന്മാരെയോ ഗുരുജനങ്ങളെയോ ഭഗവാനെയൊക്കെ പഴി പറഞ്ഞ് പോയിന്ന് വരാം. പക്ഷേ അവരുടെ മനസ്സിൽ നിന്ന് നമ്മളുടെ സ്ഥാനം പോവില്ല. നോക്കണം മഹാത്മാക്കളുടെ മഹിമ, ഈശ്വരൻ്റെ കാരുണ്യം. ശരിയോ? അവരെ മനസ്സിലാക്കാൻ നമുക്കാവില്ല. ഇത്രയൊക്കെ ഭഗവതിയെക്കുറിച്ച് മഹാദേവൻ വിചാരിച്ചിരിക്കണു. എന്നിട്ടും ആ ഭഗവതി എന്ത് ചെയ്തു? അച്ഛനെ മഹാദേവൻ്റെ മഹത്വം അറിയാത്തവളല്ല. ഇത്രയൊക്കെ അറിഞ്ഞിട്ടും മഹാദേവനോടുള്ള ആ സ്നേഹത്തെക്കാളും വലുത് അച്ഛനോടും അമ്മോടും ബന്ധുജനങ്ങളോടുള്ള മമതയായി. വടംവലിയ മനസ്സിൽ ക്ലോക്കിൻ്റെ പിന്തുലാടണ മാതിരി. പോകുമോ വേണ്ടത്, പോകാണ്ടിരിക്കുകയോ വേണ്ടത്. ഭഗവാന്റെ മഹത്വം ഓർക്കുമ്പോൾ പോകാൻ തോന്നില്ല. എന്നാൽ ബന്ധുജനങ്ങളുടെ വിചാരം വരുമ്പോൾ പോകാൻ വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങും, പിന്നെ അകത്തേക്ക് വരും, പിന്നെയും പുറത്തേക്ക് ഇറങ്ങും, പിന്നെ അകത്തേക്ക് വരും. ഇതെന്താ? അത് ഈശ്വരൻ മഹാദേവനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഈശ്വരനോടുള്ള ഭക്തിയാണ്, ഈശ്വര പ്രേമ. ദക്ഷനോടും ബന്ധുജനങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാലോ ലൗകിക സ്നേഹമാണ്, ആസക്തിയാണ്. നോക്കൂ, ഭക്തിയും ശക്തിയും തമ്മിൽ വടംവലി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഈ പരിപാവനമായ ഈ കൃഷ്ണൻ്റെ ദ്വാരക പോലെയുള്ള ഈ പുണ്യധാമത്തിൽ വന്നിട്ടും നമ്മുടെ എത്ര ആളുടെ മനസ്സ് ഇവിടെ ഉറമയിൽ ഉറച്ച് ഈ ജന്മം ഭഗവാനോട് ചേർന്ന് വിചാരിക്കാതെ അങ്ങോട്ട് ഓടണോ, വീട്ടിലേക്ക് ഓടണോ, ബന്ധുജനങ്ങളിലേക്ക് ഓടണോ, പലയിടത്തേക്ക് ഓടി ഇറക്കണോ, ഉണ്ടോ ഇല്ലയോ? ചാർച്ചക്കാരുടെയും വേച്ചക്കാരുടെയും കേൾക്കുമ്പോഴേക്കും ഓടിപ്പോണം എന്ന് തോന്നും അല്ലേ? സതീദേവിയുടെ ജീവൻ നമുക്കൊക്കെ മാതൃകയാണേ. ഭഗവാന്റെ മഹത്വം അറിഞ്ഞിട്ടും എത്ര ജന്മ സുഹൃതം കൊണ്ടാണ് ഇതുപോലുള്ളൊരു മഹാത്മാവിൻ്റെ അടുത്ത് നമുക്ക് എത്താൻ പറ്റണത്? ചിന്തിക്കൂ. ഈ കഥയൊക്കെ നമ്മൾക്കുടെ കഥ, നമുക്ക് വേണ്ടിയിട്ടുള്ള കഥയാണ്, പണ്ടത്തെ കഥയല്ല.
അപ്പോൾ സതീദേവി നമ്മളെ പഠിപ്പിക്കുക. കാരണം ജഗതപിതരവ് വന്നേ, പാർവതിയും പരമേശ്വരനും അവർ രണ്ടുപേരും ലോകമാതാവും ലോകപിതാവുമാണ്. അവർ ചെയ്യണ എല്ലാം ലോകത്തിന് മാതൃകയാണ് അല്ലേ. നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാടകങ്ങൾ മുഴുവൻ. അപ്പോൾ ഈശ്വരനോടുള്ള ഭക്തിയേക്കാളും മഹാദേവനോടുള്ള ആദരവും ഭക്തിയും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളും വലുതായി ദക്ഷനോടുള്ള ആ ബന്ധം. രണ്ടും കൽപ്പിച്ച് ദേവി ഇറങ്ങിയോണ്ട് പുറപ്പെട്ടു. നോക്കൂ. പക്ഷേ ഭൂതഗണങ്ങൾക്ക് മനസ്സ് വന്നില്ല അമ്മ ഒറ്റയ്ക്ക് അയക്കാൻ. അവർ പരിവാരങ്ങളോടുകൂടി ആ നന്ദിവാഹനത്തിലൊക്കെ കയറ്റി ഋഷഭവാഹനത്തിൽ വാദ്യഘോഷങ്ങളോടുകൂടി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴോ ദേവിക്ക് തിരിച്ചടി ഉണ്ടായത്. എല്ലാവരെയും ബഹുമാനിച്ച് സൽക്കരിച്ചിരിക്കണം ദക്ഷൻ സതിയെ കണ്ടതും മുഖം തിരിച്ചു. അത്രേ, എന്തിനാ ക്ഷണിക്കാത്തടത്തേക്ക് വന്നതെന്നുള്ള നിലയ്ക്ക് തന്നെ അപമാനിച്ചു. ഇഗ്നറിയിലും ഇൻസൾട്ടിയിലും സെയിമല്ലേ? ഈക്വല്ലേ? ദേവിയെ ഇഗ്നർ ചെയ്തു, കണ്ട ഭാവം നടിച്ചില്ല. വിവാഹം കഴിച്ചു കൊടുക്കണേ മുമ്പ് സതിയും തികച്ചു വിളിക്കാത്ത പിതാവിനെ കാണാനുള്ള മോഹം കൊണ്ട് വന്ന മകൾക്ക് കിട്ടിയ സമ്മാനം. ദേവിയുടെ മനസ്സാകെ വിഷമിച്ചു, സങ്കടപ്പെട്ടു. പ്രതീക്ഷകളൊക്കെ തകർന്നുല്ലോ. അപ്പോഴേക്കും അമ്മമാർ വന്നു, സഹോദരിമാരും അമ്മയൊക്കെ വന്നിട്ട് പറഞ്ഞു, എന്താ സതി വരാൻ വൈകിയത്, പരമേശ്വരൻ വന്നിട്ടില്ലേ, കാലൊക്കെ കയറിയിരിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സതി ആലോചിച്ചു അത്രേ, ഇവർക്ക് ആർക്കും എന്നോട് പരിഭവമൊന്നുമില്ല. അച്ഛനാണ് ഞാൻ വന്നത് പിടിക്കാണ്ടിരുന്നത്. എന്താ ഞാൻ ചെയ്യേണ്ടത്? അച്ഛൻ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ യാഗത്തിൽ എന്തിനാണ് പങ്കെടുക്കണേ, വന്ന വഴി അങ്ങോട്ട് പോയാലോ എന്ന് സതിക്ക് ഒരു തോന്നൽ. അപ്പോൾ സതി വീണ്ടും നമ്മളെ ധർമ്മം പഠിപ്പിക്കാം. എന്താ അത്? അങ്ങനെ ഞാൻ ചെയ്താൽ അച്ഛനെ അപമാനിക്കാവില്ലേ? അച്ഛനും അമ്മയ്ക്കും നമുക്ക് അമ്മ എന്ത് വേണമെങ്കിലും ചെയ്യാം. കാരണം ജന്മം തന്ന അച്ഛനോടും അമ്മയോടുള്ള കടം നമ്മൾക്ക് എന്ത് കൊടുത്തിട്ടും വീട്ടാനാവില്ല. നമ്മൾ ആദ്യം പഠിക്കണം. ഇത് സതി പഠിപ്പിക്കുക നമ്മളെ. അച്ഛനും അമ്മയ്ക്കും അച്ഛനും അമ്മയെ നമ്മളെ അപമാനിച്ചു എന്ന് വരാം, ധിക്കരിച്ചു എന്ന് വരാം, അവഹേളിച്ചു എന്ന് വരാം, പറഞ്ഞു എന്ന് വരാം. അതൊക്കെ മറക്കേണ്ടതും പൊറുക്കേണ്ടതും പുത്രധർമ്മമാണ്, അഥവാ പുത്രീധർമ്മമാണ്. അതുകൊണ്ട് അച്ഛനെന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ മുഖത്തടിച്ചോണം ഇറങ്ങിപ്പോയാൽ അത് അച്ഛന് മനസ്താപത്തിന് കാരണമാവൂലേ. അതുകൊണ്ട് ഞാനത് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനിച്ചു ദേവി. അപ്പോൾ എന്തൊക്കെ പാഠങ്ങളാണ് നമ്മളെ പഠിപ്പിക്കണേ, വെറും സിമ്പിളായിട്ടുള്ള സ്റ്റോറിയിലൂടെ. അപ്പോൾ പിന്നെന്താ നീ പോകാൻ വഴി? എന്നെ അപമാനിച്ചോട്ടെ, ആഫ്റ്റർ ഓൾ ഞാൻ അച്ഛൻ്റെ മകളല്ലേ. പക്ഷെ മഹാദേവനെ ബഹുമാനിച്ചിട്ടുണ്ട് എന്ന് വരികിൽ എന്നെ അപമാനിച്ച് കണക്കാക്കാതെ ഈ യാഗത്തിൽ പങ്കെടുക്കാം, അതറിഞ്ഞിട്ടാവാം തീരുമാനിക്കാൻ എന്ന് പറഞ്ഞ് ആ യാഗശാലയുടെ മുമ്പിലേക്ക് വന്നു, അഗ്നികുണ്ഡത്തിൻ്റെ ഇടയ്ക്ക്. അവിടെ ബ്രഹ്മാവിനെ ക്ഷണിച്ചിട്ടില്ല, ബ്രഹ്മാവ് വന്നിട്ടുമില്ല അവിടെ. പക്ഷേ അവർക്ക് ആവാഹനം ചെയ്ത് പൂജയൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വിളക്ക് വെച്ച് ബ്രഹ്മാവിന് ആവാഹനം ചെയ്ത് പൂജ ചെയ്യുന്നുണ്ട്. അപ്പുറത്ത് വിഷ്ണുവിനെ ആവാഹിച്ച് പൂജയുണ്ട്, തൊട്ടപ്പുറത്ത് ശിവൻ്റെ സ്ഥാനം. ശിവനെ ആവാഹിച്ചിട്ടുമില്ല, പൂജയിലെ നൈവേദ്യയിലും ഒന്നുമില്ല. മനഃപൂർവ്വം അവരെ അവഹേളിച്ചിരിക്കാം. പക്ഷെ നോക്കൂ, ദക്ഷനെ പാഠം പഠിപ്പിക്കാൻ വേണ്ടി മഹാദേവനും മഹാവിഷ്ണുവും ശിവനും മൂന്നാളല്ല, ബ്രഹ്മാവും. മൂർത്തിത്രയേശ്വരനായ പരമാത്മ ഭഗവാൻ ഏകനാണ്. 3 വേഷം സ്വീകരിച്ച് 3 ആളുടെ രൂപത്തിൽ ലീല ചെയ്യുന്നത്. അപ്പോൾ മഹാദേവനെ നിന്ദിച്ചാൽ അത് മഹാവിഷ്ണുവിനെ നിന്ദിക്കല്ലേ, അത് ബ്രഹ്മാവിനെ നിന്ദിക്കല്ലേ, അത് പരമാത്മാവായ ഭഗവാനെ നിന്ദിക്കല്ലേ. ആരെ നിന്ദിച്ചാലും പറഞ്ഞു, ചരാചരങ്ങളെ നിന്ദിച്ചാൽ എന്നെ നിന്ദിക്കുക എന്ന് ഭഗവാൻ കുറച്ച് നേരത്തെ പറഞ്ഞോളൂ കപിലോപദേശത്തിലല്ലേ. അതുകൊണ്ട് ബ്രഹ്മാവും വന്നില്ല, വിഷ്ണുവും വന്നില്ല അത്രേ. കാരണം ഇത് ശിവനെ അവഹേളിക്കാൻ ചെയ്യണമല്ലോ. അപ്പോൾ വാസുല എന്നെ തന്നെയല്ലേ അപമാനിക്കുന്നത്, അതുകൊണ്ട് അവർ വന്നില്ല മനഃപൂർവ്വം. പക്ഷെ അവരെ ആവാഹിച്ചൊക്കെ പുറത്തു. ശിവന് സ്ഥാനമില്ല. അത് കണ്ടതോടുകൂടി ദേവിക്ക് സഹിച്ചില്ല അത്രേ, അടിമുടി വിറച്ചു. കോപവും സങ്കടവും പരിഭവവും പല പല വികാരങ്ങളുടെ മിശ്രിതം മനസ്സിൽ. വികാരാവിഷ്ടയായി ദേവി. എന്താ ഞാൻ പറയേണ്ടത്, എന്താ ഞാൻ ചെയ്യേണ്ടത് ശരിയാതെ ദേവി ഉയർന്നൊരു പീഠത്തിൽ കയറി നിന്ന് അവിടെ കൂടിയുന്ന എല്ലാവർക്കും ശിവൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഒരു പ്രഭാഷണം കൊടുത്തു. ആ ശിവമഹിമയെക്കുറിച്ച് പ്രസംഗിച്ചു ചുരുക്കം. എന്താ ഭഗവാന്റെ മഹത്വം അല്പമെങ്കിലും മനസ്സിലാക്കാൻ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ മനഃപൂർവ്വം ഭഗവാനെ അവഹേളിക്കുമായിരുന്നോ, നിന്ദിക്കുമായിരുന്നോ? കഷ്ടം അച്ഛൻ്റെ ഭാഗ്യക്കേടിനെക്കുറിച്ച് ഞാൻ ആലോചിച്ച് പോവുക. ആരാണ് ഈ മഹാപ്രഭുവിനെ നിന്ദിക്കുക? ചരാചരങ്ങളുടെ മുഴുവൻ ഉള്ളിൽ അന്തര്യാമിയായി അവിടെ നിന്നുള്ളത് കൊണ്ടല്ലേ നമുക്ക് ജീവിക്കാനാവണത്. നമുക്ക് ജീവൻ തരുന്ന നമ്മുടെ സർവസ്വമായിട്ടുള്ള സർവേശ്വരനാണ് ഈ മഹാദേവൻ. ആ മഹാദേവനെ എങ്ങനെ അച്ഛനെ നിന്ദിക്കാൻ, അവഹേളിക്കാൻ മനസ്സ് വന്നു? ശരിയാണ്, ആ ഭഗവാന്റെ മഹിമ മനസ്സിലാവാനുള്ള ഭാഗ്യം അച്ഛനുണ്ടായിട്ടില്ലല്ലോ. അത് സത്സംഗത്തിലൂടെയല്ലേ മനസ്സിലാക്കാൻ പറ്റുക. സത്സംഗത്തിനുള്ള സൗഭാഗ്യമില്ലാതെ പോയില്ലോ എൻ്റെ പൊന്നച്ഛനെന്ന്. യാഗത്തിന് മുമ്പിൽ ഇരുന്നുകൊണ്ട് കണ്ണിലൂടെയും മുഖയിലൂടെയും യാഗപ്പുക ഏറ്റുകൊണ്ട് ഇങ്ങനെ കണ്ണീരൊഴിപ്പിച്ചുകൊണ്ടിരിക്കലല്ലാതെ സ്വന്തം മഹാത്മാക്കളുടെ അടിപണിയണം, അവരെ പാതാരവിന്ദങ്ങളിൽ പോയി വീഴണം, അവരെ സേവിക്കണം. അങ്ങനെ നമ്മുടെ ദമ്പം, നമ്മുടെ അഹങ്കാരം ഇതൊക്കെ ഉടഞ്ഞു പോകണം. അവരെ കുടച്ചു തരുമായിരുന്നു, നമ്മുടെ പാകാക്കി തരും. കല്ല് മുകളിലേക്ക് എത്ര വേഗത്തിൽ നമ്മൾ എറിഞ്ഞാൽ അത്രയും വേഗത്തിൽ കീഴ്പോട്ട് വരും അല്ലേ.
ഒരു കല്ലെടുത്ത് മുകളിലേക്ക് ഇട്ടാൽ കല്ല് അത്രയും വേഗത്തിൽ താഴെ വരും. എന്നാൽ കല്ല് അടിച്ച് പൊടിച്ച് പൊടിയായാലോ, പൊടിയായാൽ അത് താഴേക്ക് വരില്ല, മേലോട്ട് പോകുള്ളൂ. നമ്മൾ അടിച്ച് പൊടിയാവണം അത്രേ. മഹാന്മാർ നമ്മൾ അടിച്ച് പൊടിയാക്കും. നമ്മൾ നീഗോ കല്ല് പോലെ ഇരിക്കുക നമ്മൾ. മനസ്സിലായോ? ഇതിനാണ് ദമ്പം മഹതുപാസയ എന്നാ പ്രഹ്ലാദം പറയാ. മഹാന്മാരെ അടിപണിഞ്ഞ് സേവനം ചെയ്താൽ മാത്രമേ നമ്മുടെ ദമ്പം, ദർപ്പം, അഹങ്കാരം ഇതൊക്കെ ആസുര സമ്പത്താ. ദമ്പോ ദർപ്പോ അഭിമാനശ്ച ക്രോധം പാരുഷ്യമേവജ, ഇതൊക്കെ ആസുര സമ്പത്ത്, ആസുര ഗുണങ്ങളാണ്. ഇതൊക്കെ ഉള്ളിൽ നിന്ന് കളയാതെ എങ്ങനെ ശുദ്ധി കിട്ടും? അതാണ് മഹാന്മാർ ചെയ്യുക. ഭഗവാൻ അതാണ് ദക്ഷിണ വേണ്ടി ചെയ്തത്. പക്ഷേ ദക്ഷിണ അത് മനസ്സിലായില്ല. ആ സത്സംഗം കൊണ്ടല്ലേ ഈശ്വരൻ്റെ മഹിമ മനസ്സിലാവുള്ളൂ. ആ സത്സംഗത്തിന് ഭാഗ്യമില്ലാതെ പോയത് കൊണ്ടാണ് അച്ഛൻ ഇപ്രകാരം ഭഗവാനെ നിന്ദിക്കാൻ ഇടവന്നത്. എന്നാ കേട്ടോളൂ ഭഗവാന്റെ മഹിമ. അച്ഛാ, ഈ ലോകത്തിൽ സജ്ജനങ്ങളെന്നും ദുർജനങ്ങളെന്നും രണ്ട് കൂട്ടരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സജ്ജനങ്ങളെ സ്വഭാവം എന്താ? മറ്റുള്ളവരെ നന്മ മാത്രം കാണുകയും അതിനെ പുകഴ്ത്തി അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നവരാണ്. ദുർജനങ്ങളോ മറ്റുള്ളവരെ നന്മ കാണാൻ പറ്റില്ല, അവരെ മറ്റുള്ളവരെ ദോഷത്തിലേ പോവുള്ളൂ. എന്നിട്ട് ആ ദോഷത്തെ പറഞ്ഞ് പരത്തി അതിൽ ആനന്ദം കാണുന്നവരാണ്. ഒന്നിലും ആത്മപ്രശംസ, അല്ലെങ്കിൽ പരദൂഷണം. ഇതല്ലേ സാധാരണക്കാരൻ്റെ ആനന്ദം. മഹാന്മാർക്ക് ഈശ്വരൻ്റെ ഗുണഗണങ്ങൾ പാടുക, കേൾക്കുക, കീർത്തിയ, സ്മരിക്കുക, അതിലാണ് ആനന്ദം അല്ലേ? അപ്പോൾ ദുർജനങ്ങൾ എങ്ങനെയാണ്? മറ്റുള്ളവരെ പ്രദൂഷണം പറഞ്ഞ് അതിൽ ആനന്ദിച്ചുകൊണ്ട് നടക്കും. എന്നാൽ മഹാദേവന് ദൂഷണങ്ങൾ വലുതും ഉണ്ടോ എന്ന് ചോദിക്കുക സതീദേവി. മഹാദേവൻ സർവ്വസൽഗുണ സമ്പന്നൻ അല്ലേ? എല്ലാ ഗുണങ്ങളുടെയും ഉറവിടമാണ്, സോഴ്സാണ്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഗുണങ്ങളെ മുഴുവനും ദോഷമായി കാണുകയും വ്യാഖ്യാനിക്കുകയും സജ്ജന സമക്ഷം അവതരിപ്പിക്കുകയും ചെയ്ത അങ്ങേ ഞാൻ എന്ത് പറയും? എന്നാൽ ഈ ഭഗവാന്റെ അധികമൊന്നും പറഞ്ഞില്ലേ ദേവി. ഈ മഹാദേവനെ എന്തൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞ് ചുടലയിൽ താമസം, ഭൂതപ്രേത പിശാചിക്കളുടെ നേതാവായി, മുണ്ടമാലയിട്ടുകൊണ്ട്, അസ്ഥിമാലയിട്ടുകൊണ്ട്, അമ്പുകളെയൊക്കെ പിടിച്ചിട്ടുണ്ട്, ദിഗംബരനായി, ചാരം തേച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു വൃത്തികെട്ട ജീവിതം എന്നൊക്കെയല്ലേ പറഞ്ഞത്. അശിവൻ എന്നൊക്കെ പറഞ്ഞില്ലേ? എന്നാൽ കേട്ടോളൂ, ഈ മഹാദേവൻ്റെ മഹത്വം അറിയുന്നവരാണ് അങ്ങയുടെ അച്ഛനാകുന്ന ബ്രഹ്മാവടക്കം. അവരൊക്കെ ഭഗവാൻ ആ നൃത്തം, ആ ചുടലയിൽ അങ്ങ് നൃത്തം ചെയ്യണമല്ലോ, അതാണ് അവിടുത്തെ നടരാജ നൃത്തം. ആ സമാധിയിൽ നിന്ന് വന്നിട്ട് ആ പരമാനന്ദത്തോടു കൂടിയിട്ടുള്ള ഭഗവാന്റെ ആ നൃത്തം നടക്കുന്ന സമയത്ത് അങ്ങ് ആരാധിക്കുന്ന ബ്രഹ്മാദി ദേവതകളൊക്കെ അവിടെ കാവൽ നിൽക്കുക, ക്യൂ നിൽക്കുക. എന്തിനാ? ആ ഭഗവാന്റെ കാലിൽ നിന്ന് വീണ ചുടലയിലെ ചാരം മേലുവാരി പൂശിയിട്ട് അവർക്കൊക്കെ പരിശുദ്ധി കിട്ടാൻ വേണ്ടി. ആ ചുടലവാസിയായ ഭഗവാന്റെ പാദത്തിൽ നിന്ന് വീണ ആ ഭസ്മത്തിന് ഇത്രയും പവിത്രീകരിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ആ മഹാദേവൻ്റെ മഹത്വം എത്രയാണ്? ശിവ 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 എന്നുള്ള രണ്ടക്ഷരം അറിയാണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞാൽ മതി. അറിഞ്ഞും അറിയാണ്ടും ഈ ജന്മങ്ങളിലും കോടി ജന്മങ്ങളിലും ചെയ്ത മഹാപാപങ്ങളിൽ നിന്ന് മുഴുവനും ആ ജീവനെ സമുദ്ധരിച്ച് ആ തൻ്റെ പറത്തിലേക്ക് ഉയർത്തുന്ന കൃപാമൂർത്തിയാണ് അവിടുന്ന്. അങ്ങനെയുള്ള ആ ഭഗവാനെ കഷ്ടം അച്ഛന് നിന്ദിക്കാൻ തോന്നിയില്ലോ? ഈ ലോകത്തിലുള്ളതായ ഭൗതികമായ സമ്പത്തും സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും ഭോഗങ്ങളും വേണ്ട ആൾക്കാർ ഈ മഹാദേവനെ ഒന്ന് സ്മരിച്ചാൽ മതി, ആശ്രയിച്ചാൽ മതി. ആശുതോഷനാണ് അവിടുന്ന്. പെട്ടെന്ന് സന്തോഷിച്ച് സർവാഭീഷ്ടങ്ങളും പ്രദാനം ചെയ്യുന്ന ആ മൂർത്തിയാണ് അവിടുന്ന്. പോരാ, മഹർഷിമാർ ആ പരമാനന്ദം അനുഭവിക്കാൻ വേണ്ടി, ആ പരമാത്മ സാക്ഷാത്കാരത്തിന് വേണ്ടി ഈ മഹാപ്രഭുവിൻ്റെ പാതാരവിന്ദങ്ങളെയാണ് സദാ ഹൃദയത്തിൽ വെച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. വണ്ടുകളെങ്ങനെയാണോ താമരയെ തേനിനു വേണ്ടി ആശ്രയിക്കുക, ഇതുപോലെ ഈ മഹാത്മാക്കളുടെ മനസ്സാകുന്ന ആ വണ്ട് ഈ മഹാദേവൻ്റെ പാദപത്മത്തിൽ പറ്റി നിൽക്കുക സദാ, ആ ബ്രഹ്മാനന്ദ മധു നുകരാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഉണ്ടോ അങ്ങ് അറിയണു? നോക്കൂ, എന്ത് കേമായിട്ടാണ് മഹാദേവനെ ദേവി അവതരിപ്പിച്ചത്. എന്നിട്ടും ആ ഭഗവാനെ അങ്ങ് നിന്ദിക്കാനല്ലേ തോന്നിയത്? എന്താ ഇതിന് പ്രതിവിധി എന്ന് എനിക്ക് അറിയാണ്ടല്ല എന്ന്. എന്താ? ധർമ്മനിന്ദ, ഗുരുനിന്ദ, ഈശ്വരനിന്ദ, ഇതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇതാരെങ്കിലും ചെയ്യുന്നത് കേൾക്കാനും പാടില്ല, മഹാപാപ. നമ്മുടെ ധർമ്മത്തെ ആരെങ്കിലും ദുഷിക്കണ കേട്ടാൽ അത് തെറ്റാ, പാപ. നമ്മൾ നിന്ദിക്കാൻ പാടില്ല, വേറൊരാൾ പറയണ കേൾക്കാനും പാടില്ല. അതുപോലെ ഗുരുനിന്ദ, അതുപോലെയാണ് ഈശ്വരനിന്ദ. ഇത് ഇവിടെ ഉണ്ടാവാൻ പോണ സംഭവങ്ങളൊക്കെ ആദ്യമേ അവിടെ വെച്ച് പറഞ്ഞതാണ് മഹാദേവൻ. അത് കൂട്ടാക്കാതെ വന്ന് തിരിച്ചങ്ങ് കൈലാസത്തിലേക്ക് ഞാൻ എങ്ങനെ പോകും? അവിടെ പോയാൽ ഭഗവാൻ കുത്തുവാക്ക് പറയുമോ? എന്താ കിട്ടിയില്ലേ നല്ല സമ്മാനം ഞാൻ പറഞ്ഞാൽ കേൾക്കാണ്ട് പോയിട്ട് എന്നെങ്ങാൻ ഭഗവാൻ പറയുമോ? പറയില്ല എന്ന് ഉറപ്പ്. അതുകൊണ്ടല്ല ദേവി പോണില്ല എന്ന് പറഞ്ഞത്. മഹാദേവൻ ഇങ്ങനൊരു സംഭവം നടന്നതായിട്ടേ വിചാരിക്കില്ല. പഴയ പോലെ സതീന്ന് വാത്സല്യത്തോടെ സ്നേഹത്തോടെ എന്നോട് പെരുമാറും. പിന്നെന്താ നിനക്ക് പോയാൽ
അപ്പോൾ അയാൾ വേറൊരു തകരാറുണ്ട്. അത തവോൽപ്പന്നമിതം കളേബരം ന ധാരയിഷ്യേ. ഭഗവാനെ നിന്ദിച്ചതോടുകൂടി നിന്ദിതനായി അങ്ങനെ നിന്ദിതനായ അങ്ങയുടെ ശരീരത്തിൽ നിന്നുണ്ടായ ഈ ശരീരവും ഭഗവാനെ സേവിക്കാൻ അർഹതയില്ലാതെ നിന്ദ്യമായി കഴിഞ്ഞു. അഗ്നിയിൽ ഹോമിക്കാൻ കൊണ്ടുവച്ച നൈവേദ്യം നായ എടുത്തുകൊണ്ട് പോയാൽ ആരെങ്കിലും നായ ഓടിച്ചിട്ട് പിടിച്ച് അതിൻ്റെ വായിൽ നിന്ന് എടുത്തു കൊണ്ടിട്ട് അത് വീണ്ടും അഗ്നിയിൽ ഹോമിക്കുമോ ഭഗവാന്? കളയല്ലേ നിർത്തിയുള്ളൂ. ഇതുപോലെയാണ് ഇന്ന് എൻ്റെ നില. ഭഗവൻ നിന്ദ ചെയ്ത അങ്ങയുടെ ആ ശരീരത്തിൽ നിന്നുണ്ടായ എനിക്ക് അങ്ങയുടെ മകളായതുകൊണ്ട് ഭഗവാനെ സേവിക്കാനുള്ള അർഹത നഷ്ടപ്പെട്ടു എന്നാണ്. ഇതിലും വലിയൊരു ശിക്ഷ ദക്ഷിണ കിട്ടാനുണ്ടോ? ഇനി പറയാണ്, ഭഗവാൻ ഇതൊന്നും പറയില്ല. പക്ഷേ എപ്പോഴും സതീന്ന് തികച്ച് വിളിക്കാത്ത ഭഗവാൻ ചിലപ്പോൾ എന്നെ ദാക്ഷായണി എന്നൊരു വിളി ഉണ്ടാവും. ആ ദാക്ഷായണി എന്നുള്ള വിളി കേട്ടാൽ എനിക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം ഭഗവാനെ നിന്ദിച്ച് അങ്ങയുടെ മകളാണ് ഞാനെന്നുള്ള വിചാരം എൻ്റെ മനസ്സിൽ വന്നാൽ ഞാൻ അവിടെ വീണ് മരിക്കും. എനിക്ക് ആ താങ്ങാനാവില്ല ആ വിളി, അങ്ങയുടെ മകളെന്നുള്ള ഭാവം. ഇനി എന്താ പ്രതിവിധി? ഇതിന് ചെവി തോടാനും പറ്റില്ല, നാവരിഞ്ഞ് കളയാനും പറ്റില്ല. പിന്നെ ഇതെന്താ ചെയ്യുക? ജഹ്യാം യസുൻ, ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് പ്രായശ്ചിത്തം. ആ ദേഹം, ആ നിന്ദ കേൾക്കേണ്ടി വന്ന ദേഹത്തെ വെടിയണം അത്രേ. അതാണ് ധർമ്മം. അതുകൊണ്ട് ഭഗവതി അത് തീരുമാനിച്ചു. നീണ്ടു നിവർന്നിരുന്നു, പട്ടുകൊണ്ട് ശരീരം പൊതിഞ്ഞു, യോഗാഗ്രി ദേഹത്തെ ദഹിപ്പിച്ചു. അപ്ലയ്ക്കും ഭൂതഗണങ്ങളൊക്കെ ഇടിച്ച് ആ ദക്ഷനെ ആക്രമിക്കാൻ പുറപ്പെട്ടു. അപ്ലയ്ക്കും ഭൃഗു മഹർഷി അവിടെ ഹോമം ചെയ്ത് കുറേ ദേവതകളെ ഉണ്ടാക്കി അവരെ പറഞ്ഞയച്ച് ഈ ഭൂതങ്ങളെ അടിച്ചോടിച്ചു. അപ്ലയ്ക്കും ഭാരത മഹർഷി മഹാദേവൻ്റെ അടുത്ത് നിന്ന് കൈലാസത്തിൽ നിന്ന് ദക്ഷൻ്റെ അഹങ്കാരവും ആ ദേവിയുടെ സാഹത്യാഗത്തിൻ്റെ കാരണമൊക്കെ പറഞ്ഞു. അതോടെ ഭഗവാൻ ക്രോധമൂർത്തിയായി സംഹാരരുദ്രനായി പരിണമിച്ചു. കോപം കൊണ്ട് കലങ്ങി കണ്ണുകളോടുകൂടി വിറയെ കൊണ്ട ചൂണ്ടോടുകൂടി എഴുന്നേറ്റ് ജടയെടുത്ത് നിലത്തൊരടിയങ്ങടടിച്ചതും അതിനുതാ ആകാശം കൂട്ടുന്ന വലിപ്പത്തിൽ അതിഭയാനകമായൊരു ഭഗവാന്റെ വിഭൂതി ഉണ്ടായി വീരഭദ്രപ്പെരുമാൾ. എന്താ ചെയ്യണ്ടേ ഭഗവാനെ ചോദിക്കുമ്പോഴേക്കും പറഞ്ഞു, ദക്ഷം സയജ്ഞം ജഹിമത്ഭടാനാം ത്വമഗ്രണീ ഭവ. നീ എൻ്റെ സേനയുടെ സേനാനായകനായിരുന്നു കൊണ്ട്, ഈ ഭൂതഗണങ്ങളുടെ നേതാവായിരുന്നു കൊണ്ട് ദക്ഷിണ യജ്ഞത്തെ നശിപ്പിച്ചു വരുമെന്ന്. വീരഭദ്രപ്പെരുമാൾ ഭൂതഗണങ്ങളോടുകൂടി വന്ന് ദക്ഷൻ്റെ യാഗശാല മുഴുവൻ തകർത്തു. ഭൃഗുമഹർഷി താടി തലോടിക്കൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച ശിവനന്ദെ അയാളുടെ താടി രോമങ്ങൾ ഒന്നൊന്നായി പറിച്ചെടുത്തു. ഭൃഗുവിനെയും കൊന്നു എന്നാണ് പറയാം. പിന്നെ പൂഷാവ് പല്ല് പൊട്ടിച്ചിരിച്ചു, അവൻ്റെ പല്ലൊക്കെ അടിച്ചു കൊഴിച്ചു. ഭഗൻ കണ്ണുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചു, 2 കണ്ണും തുരന്നെടുത്തു. മുഖ്യപരാധിയായി ദക്ഷനെ മലത്തിൽ കിടത്തി തല മുറിച്ച് പിരിച്ചെടുത്തിട്ട് അഗ്നികുണ്ഡത്തിൽ ഹോമിച്ചു. ശംഭോ മഹാദേവ ഹര ഹര മഹാദേവ ഹര ഹരരുദ്ര മഹാദേവ ശംഭോ മഹാദേവ ശംഭോ രുദ്ര മഹാദേവ ശംഭോ മഹാദേവ ശംഭോ രുദ്ര മഹാദേവ. ഇങ്ങനെ ഭഗവാന്റെ ആ തിരുനാമങ്ങളങ്ങനെ അന്തരീക്ഷത്തിൽ മുഖരിതമായി ആ ദിവ്യമായിട്ടതായ ആ യാഗം ഇങ്ങനെ പരിണമിച്ചു. യാഗശാലയായോ അപ്പോൾ അത് ശ്മശാനായോ? എന്താ യജ്ഞം? രാവിലെ പറഞ്ഞുള്ളൂ വരാഹകഥ പറഞ്ഞ പോലെ. എന്താണ് യജ്ഞം? ഭഗവാൻ ആരാധനയായി, ഭഗവത് അർപ്പണമായി ആ ചെയ്യുന്ന കർമ്മമാണ് യജ്ഞം. ഇവിടെ എന്താ ചെയ്ത്? ഭഗവാനെ അവഹേളിക്കാൻ, താൻ കേമത്വം കാണിക്കാൻ വേണ്ടി ദക്ഷൻ യജ്ഞത്തിൻ്റെ പേരിൽ ഒരു സംഘടിപ്പിച്ചു. എന്നിട്ട് എന്തായി? തൻ്റെ തല വെട്ടി ഹോമിക്കപ്പെട്ടു. അല്ലേ? ഇത് നമുക്കൊക്കെ ഉള്ള പാഠമാണ്. എന്താ കാരണം? അഹങ്കാരം കൊണ്ട്, അജ്ഞാനം കൊണ്ട്, സ്വന്തം മഹാത്മാക്കളുടെ മഹിമ അറിയാതെ, ഈശ്വര മഹിമ അറിയാതെ പ്രവർത്തിച്ചാൽ, ജീവിച്ചാൽ അങ്ങനെയാണ്. തല പോയിച്ച ആ ജന്മത്തിൽ ഭഗവത് പ്രാപ്തി നേടാൻ കഴിയാതെ പോയി എന്നർത്ഥം. പിന്നൊരു ജന്മം വേണ്ടി വന്നു, ആ ജന്മത്തിലും കിട്ടിയില്ല, പിന്നെ ഒരു ജന്മം എടുക്കേണ്ടി വന്നു. ദക്ഷന് 3 ജന്മം വേണ്ടി വന്നു.